ലോക ഹോമിയോപ്പതി ദിനത്തിൽ കായംകുളം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ വിവിധ സ്പെഷ്യാലിറ്റികളുടെ OP പ്രവർത്തനം ആരംഭിച്ചു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ, അസ്ഥി സന്ധി രോഗങ്ങൾ, ഫിസിയോതെറാപ്പി എന്നിവയുടെ പ്രത്യേക OP വിഭാഗമാണ് പുതുതായി പ്രവർത്തനം ആരംഭിച്ചത്. ലോക ഹോമിയോപ്പതി ദിനത്തിൽ കായംകുളം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ വിവിധ സ്പെഷ്യാലിറ്റി OPകളുടെ പ്രവർത്തനം ആരംഭിച്ചു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ, അസ്ഥി സന്ധി രോഗങ്ങൾ, ഫിസിയോതെറാപ്പി എന്നിവയുടെ പ്രത്യേക OP വിഭാഗമാണ് പുതിയതായി പ്രവർത്തനം ആരംഭിച്ചത്. നഗരസഭയുടെയും കായംകുളം സർക്കാർ ഹോമിയോ ആശുപത്രിയുടെയും നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന ലോക ഹോമിയോപ്പതി ദിനാഘോഷവും സ്പെഷ്യാലിറ്റി OPകളുടെ ഉദ്ഘാടനവും കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല നിർവഹിച്ചു. അപ്പോൾ നമുക്ക് പരിശ്രമിക്കാം. സിയാർസെല്ലാം മാറ്റിക്കൊണ്ട് ഇനി ഒരു പുതിയ സ്ഥലം ഏറ്റെടുത്ത് നമുക്ക് ഒരു കെട്ടിടം വയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം സ്ഥലം വാങ്ങിക്കാനുള്ള ഒരു ആവശ്യം നമുക്ക് അതിനുള്ള ഫണ്ട് നമുക്ക് വളരെ കുറവാണ്. തന്നെയല്ല നമുക്ക് കായംകുളത്ത് പൊതുവായിട്ട് നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലായാലും നഗരസഭയ്ക്കായിരുന്നാലും ഭൂമിയില്ല, അതൊരവസ്ഥയാണ്. അപ്പം അത് ദരിദ്രർക്ക് പോലും നമുക്ക് ഭൂമി കൊടുക്കാൻ കഴിയുന്നില്ല. നമുക്കിവിടെ ഭൂമിയില്ല. പല സ്ഥലങ്ങളിലും, പല പഞ്ചായത്തുകളിലും, പല നഗരസഭകളിലും അവരുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ അവരുടെ ഭൂമിയോ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പക്ഷെ നമുക്ക് അങ്ങനെ പോലും കൊടുക്കാനുള്ള ഭൂമികളില്ല. നമ്മൾ അവർക്ക് വേണ്ടി ഇപ്പൊ അടുത്ത പുതിയ ഭൂമി വാങ്ങിച്ച് അതിദരിദ്രരായിട്ടുള്ളവർക്ക്, വീടില്ലാത്ത വസ്തുവില്ലാത്തവർക്ക് വസ്തു വാങ്ങിച്ച് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി നടപ്പാക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഭൂമി എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ അവിടേക്ക് ഈ കെട്ടിടങ്ങൾ മാറ്റാനും. നഗരസഭാ കൗൺസിലർ AP ഷാജഹാൻ അധ്യക്ഷനായി. നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി നഗരസഭയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന കാരണം നമുക്ക് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പം OP യൂണിറ്റും അതുപോലെ തന്നെ IP യൂണിറ്റും ഇവിടെ ഹാലിദ് സാഹിബ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഇനി IP യൂണിറ്റ് നമ്മൾ മാറ്റാൻ പോകുന്നത്. ഇവിടെ ആധുനിക രീതിയിലുള്ള ഫിസിയോതെറാപ്പി ആ യൂണിറ്റിന്റെ ഉദ്ഘാടനവും ഇവിടെ ചെയർപേഴ്സൺ നിർവഹിക്കും. ഹോമിയോപ്പതിയുടെ പിതാവായ ഡോക്ടർ സാമുവൽ ഹനിമാന്റെ അനുസ്മരണം ആശുപത്രി മെഡിക്കൽ ഓഫീസർ അനിൽ SK നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ J. ആദർശ്, തച്ചടി പ്രഭാകരൻ സ്മാരക കമ്മിറ്റി കൺവീനർ ഭദ്രൻ, റെസിഡൻസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സീബ മേരി ഫെർണാണ്ടസ്